അപ്പോൾ ഇന്നാണ് കേട്ടോ ആ ദിവസം 2 മാസം നാട്ടിൽ നിന്നത്. സമയം പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ റിട്ടേൺ ഇതാ ദുബായിലേക്ക് പോകുന്ന ടൈമുമായി. നമ്മളങ്ങനെ ഇതാ ജേവിച്ച എയർപോർട്ടിൽ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ കേട്ടോ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ റിട്ടേൺ പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കേ റിട്ടേൺ ദുബായിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റിലെല്ലാം നമ്മൾ ഇരുന്ന് റെഡി ആയിട്ടുണ്ട്. ആൾക്കാരെല്ലാം കുറച്ച് കുറവായിട്ടുണ്ടായേ. അബുദാബിയിലേക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. അങ്ങനെ ഇതാ ഫ്ലൈറ്റ് എല്ലാം ടേക്ക് ഓഫ് ആയി. അതിനിടയിൽ കയാനെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഞാനും നല്ലപോലെ ഉറങ്ങി. പിന്നെ ഇതാ ലാൻഡ് ആവാനായി എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ കയാനെടുത്തിട്ട് മടിയിലെത്തിന് കേട്ടോ. തൊട്ടപ്പുറത്തേക്ക് എന്നുള്ള ആ അമ്മ പോകുന്നുള്ളത് ന്യൂയോർക്കിലാണ്. അതും ഒരു 15 hours ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടി കാണിക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ ഇതാ അബുദാബി എയർപോർട്ടിലേക്കെല്ലാം ലാൻഡായി. ഒരു ബഗി സർവീസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അതൊരു നല്ലൊരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ ഇതാ കയാൻ്റെ ജ്യൂസ്, ഇത് ഫേവറേറ്റ് ജ്യൂസാണ്. കുറേ മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത് കഴിക്കുന്നുള്ളത്. ഒരു ടാക്സിയും പിടിച്ച് നേരെ ഇതാ നമ്മൾ പോകുന്നില്ല ഗർഹൂദിലേക്ക്, നമ്മളെ റൂമിലേക്ക്. 242 ദിർഹമായിന് കേട്ടോ നമുക്ക് അടുത്തേക്ക്. ആരും ഇപ്പോൾ ദുബായിൽ ഇല്ലാത്തതുകൊണ്ട് പിക്കാക്കാൻ വരാൻ ആളുണ്ടായിട്ട് കേട്ടോ. നമ്മൾ പൂച്ചനെ ഇതാ 2 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കയാനായാലും പൂച്ച ആയാലും ഞാനായാലും. ഫോട്ടോ അങ്ങനെ രാത്രിയായി കയാനെല്ലാം ഉറക്കിയിട്ടായിട്ട് പിറ്റേ ദിവസം സാധനമെല്ലാം വാങ്ങിക്കാണ്ടല്ലോ. അതുകൊണ്ട് താഴെയുള്ള ഒരു കഫേയിൽ പോയിട്ട് നമ്മൾ ഫുഡ് അടിച്ചാവാം. അതിന് പുരയിൽ ഫുള്ള് ക്ലീൻ ആക്കി. ഇനി നമ്മൾ വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി വെക്കാം. ജേവിച്ചാൻ്റെ വണ്ടി ഉണ്ടായിന്, എൻ്റെ വണ്ടിയും സ്റ്റാർട്ടാക്കാനുണ്ടായിന് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടെല്ലാം ആക്കി. അതിൻ്റെ ഇടയിൽ എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കാനേ കഴിയുന്നില്ല. കാരണം ബാറ്ററി ഡൗൺ ആയി. 2 മാസമായില്ല സ്റ്റാർട്ടാക്കിയിട്ട്. അങ്ങനെ ഇപ്പുറത്തെ ജമ്പറിൽ എടുത്തിട്ടായിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റിൽ കാണാം. ബൈ.